ഹലോ ഗൈസ്, ഗോട്ട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം എനിക്ക് തോന്നിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വെങ്കട് പ്രഭു, പ്രേംജി എന്നിവരുടെയൊക്കെ തള്ളലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരുടെ തള്ളലിലും കാര്യമുണ്ട്. അതാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിച്ചത്. കാര്യമെന്ന് വെച്ചാൽ ഓരോ ഒന്നൊന്നര ഐറ്റമാണ് ഈ സിനിമ. ടൈറ്റിൽ കാർഡ് വണ്ണൻ്റെ ആ ഒരു ഇൻട്രോയും എൻ്റെ പൊന്നോ വേറെ ലെവൽ ഐറ്റം. ഈ സിനിമയെപ്പറ്റി ഞാൻ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓമാരി ചോദിക്കും, നീ പോയി സിനിമ കണ്ടോ എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന സിനിമയുടെ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട്. ഇത് ഞാൻ ആശീർവാദിലാണ് പോയി കണ്ടത്. ആ ഡി-ഏജിങ് ടെക്നോളജി ഉപയോഗിച്ച ആ ലുക്ക് ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ടുണ്ട്, വേറെ ലെവലായിരുന്നു. അണ്ണൻ്റെ പണ്ടത്തെ ആ ഒരു ലുക്കിനോട് ചേരുന്ന രീതിക്കുള്ള ഒരു ലുക്കിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത് അത്രത്തോളം അങ്ങോട്ട് സക്സസ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള റെഫറൻസുകളും അതുപോലെ തന്നെ ക്യാമിയോസുമാണ് ഈ സിനിമയ്ക്കകത്തിൽ വന്നിട്ടുള്ളത്. അണ്ണൻ്റെ സത്യം പറഞ്ഞ രണ്ട് ലുക്കിലുള്ള ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഈ സിനിമ. അതിഗംഭീരം തന്നെയാണ്. ചില പഴയ പാട്ടുകളുടെ മിക്സ് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. യുവൻ കുറച്ചൊക്കെ നശിപ്പിച്ചെങ്കിലും യുവൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുമുണ്ട്. ഈ സിനിമയിലുണ്ടല്ലോ സ്നേഹയുടെ ആ കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടിയ ആ ഒരു റോള് പുള്ളിക്കാരി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമയുടെ ക്ലൈമാക്സ് അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു സസ്പെൻസ് കൂടെ ഉണ്ട്. ഒരാളിങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട്, അത് അതിഗംഭീരമായിട്ടുണ്ട്. നായകൻ തന്നെ വില്ലനും, അതെന്തോ ഒരു ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് കസ്റ്റഡി പോലെ മൂഞ്ചി പോകുമോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതങ്ങനെ സംഭവിച്ചില്ല. അതിഗംഭീരമായിട്ട് ഇത് ഒരുക്കി വെക്കാൻ വെങ്കട് പ്രഭുവിന് സാധിച്ചിട്ടുണ്ട്. VFXനെ പറ്റി, എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ പറയാൻ ഞാൻ ആളല്ല, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എല്ലാം കൊണ്ട് ഫാമിലിയോടൊപ്പം ഒന്നിച്ചു പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണിത്. ഒരുപാട് ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ചിത്രം എന്ന് കരുതി ആക്ഷൻ രംഗങ്ങളും വയലൻസും ഇല്ല എന്നല്ല, അതെല്ലാം ഉണ്ട്. പക്ഷെ അതിനും അപ്പുറം ഇതിനകത്ത് ഇമോഷണൽ രംഗങ്ങൾ നമുക്ക് ഒരുപാട് ടച്ച് ചെയ്യുന്ന രീതിക്കാണ് വരുന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയവർക്ക് മനസ്സിലായി കാണും ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ആ ടീഷർട്ടിൽ എഴുതിയതെന്ന്. ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കും. അത് അതിഗംഭീരമായിരിക്കും, അത് വേറെ ലെവലായിരിക്കും, അതൊരു സൈഫൈ മൂവി തന്നെ ആയിരിക്കും. ആ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള ആ ലീഡ് ഉണ്ടല്ലോ, അത് അതിഗംഭീരമായിട്ടുണ്ട്. കുറേ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള കുറേ ഊഞ്ഞ അവന്മാരുണ്ട് റിവ്യൂ പറയാൻ ഇറങ്ങിയിരിക്കുന്ന. അവന്മാർക്കൊക്കെ തലയ്ക്ക് ഓളമാണ് ഈ സിനിമ. അത് ഗംഭീരമായിട്ടുള്ള ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് അതുപോലെ ഈ സിനിമയെ നശിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. അതുപോലെ ഗൈസ്, നമ്മുടെ ഈ ചാനൽ 1 മില്യൺ ആകാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സോടെ മതി. അതിപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തുപോലെ ഈ സിനിമ ഒരു പ്രാവശ്യം കൂടെ പോയി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.